ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കാൻ പോണേണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പാടുണ്ടാവും. കാരണം പുള്ളിക്കാരത്തി എന്നെ കാണാനായിട്ട് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂർ വരെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് എന്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോയപ്പോൾ എന്നോട് പറഞ്ഞ് മുംബൈക്ക് വാ, കുറേ ആയി വിളിക്കണം, ഇപ്പം തന്നെ കുറേ ആയി വിളിക്കണമെന്ന്, മുംബൈക്ക് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു നോ, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ജാടയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഓവറാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഭയങ്കര വിഷമിച്ചിട്ടൊക്കെ പോയി. വീട്ടുകാർ കാണണമെന്നൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ച് പോയി ഗൈസ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് ഗൈസ്. ഞാൻ മുംബൈക്ക് പോകണേണ്. പുള്ളിക്കാരത്തിന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ ഗൈസ്. സർപ്രൈസ് ആവില്ലെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അങ്ങനെ ഞെട്ടാത്തൊരു പുള്ളിക്കാരത്തി ആയതുകൊണ്ട് ചിലപ്പോൾ സർപ്രൈസ് ആവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഞാൻ പ്ലിങ് ആവും. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പോയിട്ട് സർപ്രൈസ് ആവോ ഇല്ലയെന്ന് നോക്കാം. ഇപ്പം സമയം 8:40 തോന്നുന്നു. 1:50 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോഴേക്കും നമ്മളവിടെ എത്തണം. ഇവിടെ നിന്ന് 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഡ്രൈവ് മീൻസ് ക്യാബ് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ എന്തായാലും ചെന്ന് നമുക്ക് ഇനി കളികൾ അതോ ലോകത്തിൽ മാത്രം ഗൈസ്. നമ്മൾ പോണേണ് അതോ ലോകത്തിൽ പോണേണ് ഗൈസ്. അപ്പോൾ അന്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചെന്നിട്ട് ഇനി നമുക്ക് അതോ ലോകമായിട്ട് കുറച്ച് കളികൾ കളിച്ചിട്ട് തിരിച്ച് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഹെഡ്സെറ്റ്. ഇത് സ്പോൺസർ ചെയ്ത എൻ്റെ ഇക്കയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നാണ് ബർത്ത്ഡേ ആയിട്ട്. നല്ല കളറായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അയ്യോ ഇത് അങ്ങനെ വെക്കാൻ അറിയാൻ പാടില്ല എനിക്ക്, അതാണ് വേറെ പ്രശ്നം. ഓക്കെ ഗൈസ്, പിന്നെ 2 ബാഗുണ്ട്. ബാഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനൊന്നും ഉണ്ടാവാറില്ല, അതുകൊണ്ടൊന്നുമില്ല. 6 കിലോ ഉള്ളൂ, 15 കിലോ കൊണ്ടുപോയായിരുന്നു. അതോ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇത് വെച്ചിട്ട് ഭയങ്കര ചെവി അടഞ്ഞിരിക്കണ പോലെ, അന്നേരം കുഴപ്പമില്ല, സെറ്റാണ് ഗൈസ്. ഇനി നമുക്ക് എയർപോർട്ടിൽ പോവാം. എയർപോർട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ അതോ ലോകത്തിലെത്തും. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് നീണ്ട പരിശ്രമത്തിന് ശേഷം ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്കിനൊക്കെ ശേഷം നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കണതാണ് ഗൈസ്. അപ്പോൾ ടെർമിനൽ 1 നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് ബാഗൊക്കെ ലഗേജൊക്കെ കൊടുത്തിട്ട് അതോ ലോകത്ത് പോണേണ് ഗൈസ്. എന്താവോ ദൈവത്തിനറിയാം, എന്താവുമെന്ന് ഉറപ്പില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പം ഞാൻ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ കൊടുക്കട്ടെ. കിംബഗുഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബംഗളൂരിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ടെർമിനൽ 1 വരണിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത്. നമ്മളെന്തായാലും ഇവിടെ എത്തി, ചെക്കിംഗ് ഒക്കെ ചെയ്തു, ബാഗൊക്കെ ലഗേജൊക്കെ എടുത്ത് കൊടുത്തു വെച്ചു. ഒരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ സെറ്റാണ്, എന്നെ പിടിച്ചില്ലാരും, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഇനി കളികൾ അതോ ലോകത്ത് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി 4-5 ദിവസം ഇനി അവിടെ ചെന്നിട്ട് ഇനി പുള്ളിക്കാരത്തി നെട്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. പുള്ളിക്കാരത്തി നെട്ടിയില്ലെങ്കിൽ ഞാൻ നെട്ടും ഗൈസ്. കഷ്ടപ്പെട്ട് പോകണില്ല, ആരെങ്കിലുമൊക്കെ നെട്ടണ്ടേ അല്ലേ, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നെട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അവിടെ ചെന്നിട്ട് വേണം ഗൈസ് കുറച്ച് ഹിന്ദി പറയാൻ. സപ്നോക്കി സിന്ദഗി ജോ കബി നെയ് കഥം കുതം ഹോ ജായേഗ എന്താന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ, എന്തെങ്കിലും തെറ്റേക്കും. അപ്പം ഇപ്പം സമയം 11 സംതിങ് ആയിട്ടുള്ളൂ, ടൈമുണ്ട്. 1:50 ഫ്ലൈറ്റ്. ഞാനിവിടെ വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കണേണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി മുംബൈ ചെന്നിട്ട് നോക്കാം. എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ മുംബൈയിൽ ഞാനൊരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴാണ് ഗൈസ്, അതൊരു നീണ്ട കഥയാണ്, അപ്പോഴാണ് പോയത്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അപ്പം നോക്കാം. ഓക്കെ, അങ്ങനെയാണില്ല. പിന്നെ ടെർമിനൽ 2 അടിപൊളിയാണ് കാണാൻ. ടെർമിനൽ 1 അത്രക്ക് ഗുമ്മില്ല ഗൈസ്, പക്ഷെ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. സത്യം പറയല്ല, ഭയങ്കര പോസ്റ്റ് ആയിരുന്നു അവിടെ. പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പോസ്റ്റ്. കുറെ നേരം ഞാൻ അവിടെ ചൊറികുത്തിരിക്കുന്നത്. ലൈക്ക് ഞാൻ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഭയങ്കര വാടായിപ്പോയി. വെറുതെ ഇരുന്നിരുന്ന് ഒരു പരി വായിക്കണം. എന്തായാലും ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ മുംബൈയിൽ എത്തുന്നതായിരിക്കും ഗൈസ്. ഇതുവരെ എല്ലാം സേഫാണ്, എല്ലാം ഓക്കെയാണ് ഗൈസ്, ഹാപ്പിയാണ്. ഇനി അവിടെ എത്തിയിട്ട് എന്താവും എന്ന് ആലോചിച്ച് മാത്രമേ എനിക്ക് ഒരു ടെൻഷനുള്ളൂ.
കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിയാൽ മതിയായിരുന്നു. അതും വേറെ കാര്യം. ഞാൻ അവരുടെ വീട്ടിൽ തന്നെ എത്തോ എന്ന് പോലും എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കി വെക്കാം എന്ത് സംഭവിക്കും എന്ന്. ആരെങ്കിലൊക്കെ ഞെട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഞെട്ടും. ഒന്നിലും ഞാൻ ഞെട്ടും. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ചെയ്ത് അവസാനം ഇങ്ങോട്ടാണ് ഞാൻ തന്നെ ഞെട്ടും. എന്തായാലും ഒന്ന് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പൊ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ മുംബൈയിലെത്തുന്നതാണ്, നമ്മുടെ അധോലോകം. ഓക്കെ ഗൈസ്, അങ്ങനെ സേഫായിട്ട് മുംബൈയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ സേഫ് ആണ്, ഒരു പ്രശ്നമില്ല. ചെറിയൊരു ജെർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ചെറുതായിട്ട് ഞാനൊന്ന് പിടിച്ചു. ഇവിടെ മുംബൈയില് മഴയാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര വെയിലേക്കും, പക്ഷെ ഇവിടെ വെയിലൊന്നുമല്ല ഗൈസ്, ഇവിടെ മഴയാണ്. ഇനിയിപ്പോ എന്റെ ലഗേജ് എടുക്കണം. ലഗേജ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ട് ലഗേജ് ഫസ്റ്റ് തന്നെ കൊടുത്തല്ലോ. എന്റെ ലഗേജ് ഏറ്റവും അവസാനം വരുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ലഗേജ് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ദിവസം അധോലോകത്ത് കിടന്ന് കുത്തിമറിയാവും. ഓക്കെ ഗൈസ്, ലഗേജ് എടുക്കട്ടെ. അതുകൊണ്ടാണ് സർപ്രൈസ് കൊടുക്കാൻ പോണേ. എന്താവോ എന്തോ. അങ്ങനെ ഗൈസ് നമ്മള് ലഗേജ് ഒക്കെ എടുത്ത് എയർപോർട്ടിൽ പുറത്തിറങ്ങിയപ്പോഴാണ് പെട്ടുപോയത് ഗൈസ്. ഞാൻ അവിടെ നിന്ന് ആ അഡ്രസ് നോക്കിയിട്ട് ഊബർ ഇട്ടിട്ട് ലൈക്ക് എയർപോർട്ടിന്റെ പുറത്താണ് ഇവര് വന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഈ സ്ഥലം പറഞ്ഞാൽ മനസ്സിലാവണ്ട്, എനിക്കാണെങ്കിൽ ഇത് മനസ്സിലാവണമില്ല. ഞാൻ ആകെ പെട്ട്. എന്നിട്ട് അങ്ങാട് നടക്കണ വഴിക്ക് 100 പേര് വേറെ ഊബറുള്ള 100 പേര് ഓട്ടോ വന്നിട്ട് എന്റെ ചുറ്റങ്ങാട് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ ഒറ്റപ്പാടുന്ന ഓരോ. എനിക്കാണെങ്കിൽ ഹിന്ദി പറയാനും പറ്റുന്നില്ല. നീ ഹിന്ദി മാറി ഞാൻ കുറെ പറഞ്ഞു. ഞാൻ പെട്ടില്ലെന്നുള്ളു. ഭാഗ്യത്തിൽ ഞാൻ ഈ പുള്ളിനെ കണ്ടുപിടിച്ചു. വേറെ പുള്ളിനെ വന്നിട്ട് പറഞ്ഞു ഡിസ്കൗണ്ട് തരാം അധികം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിയെ ഞാൻ ഒരു കണക്കിന് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് ഓട്ടോ കയറിയ പുള്ളി പറഞ്ഞ് ഞാൻ പൈസ തന്നാ മതി, ആ പൈസക്ക് പുള്ളി കൊണ്ടേ ആക്കാം അവിടെ അന്ന് പറഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ്. എന്റെ കർത്താവ്, ഇതിപ്പോ ഞാനായിരിക്കും ഞെട്ടണമെന്നാണ് എനിക്ക് തോന്നണത്. ഒരുമാതിരി പരിപാടിയായി പോയി, എന്റെ ഇടയായി പോയി. അല്ലെങ്കിൽ കാണിച്ചതായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ചെല്ലട്ടെ. എന്നിട്ട് നോക്കാം. കുഴിക്കോണം ഇവിടെ. ഗൈസ് നമ്മള് അങ്ങനെ ഈ സ്റ്റിർലിംഗ് ടവർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് എത്തിയുണ്ട്. പക്ഷെ ഇനി നമ്മൾ ചെന്ന് കണ്ടുപിടിക്കാം. എന്റെ ഉള്ളിൽ തന്നെയാണ് അതാണ് ഡൗട്ട്. സർപ്രൈസ് നോ സർപ്രൈസ്ഡ്. പാർട്ടി വാർ സർപ്രൈസ്ഡ് നോ. ആദ്യം സർപ്രൈസ് ചെയ്തത് സർപ്രൈസ് ആയ ആ വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഷീ സർപ്രൈസ്ഡ്. യു ആർ സർപ്രൈസ്ഡ്, റൈറ്റ്? യെസ് ഷീ ഈസ്. അതാണ്. അപ്പൊ നമ്മള് മുംബൈയിലെത്തി, ഫ്ലാറ്റിന്റെ അവിടെ എത്തി. മിത്താലി സർപ്രൈസ്ഡ് ആയോ ഇല്ലേ എന്നുള്ളൊരു ഉത്തരം. സർപ്രൈസ്ഡ് ആയി. കുറെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തി, സർപ്രൈസ് ഒക്കെ ചെയ്ത്. ഇന്ന് പുറത്തോ ഇല്ലയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഫുഡൊക്കെ കഴിക്കണം, റെസ്റ്റ് എടുക്കണം. ഫോണിന്റെ ചാർജൊക്കെ തീരാറായി. അവിടെ തൊട്ടേ ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കണല്ലേ. അപ്പൊ തീരും, ഓഫ് കോഴ്സ് തീരും ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ബൈ. നമുക്ക് നാളെ കാണാം. കാരണം ഞാൻ ക്ഷീണിച്ച് തവിട് പൊടിയായി. ഞങ്ങൾ കുറേ നേരം നടത്താനൊക്കെ പറഞ്ഞു. ഇന്ന് ഇപ്പം ഞങ്ങൾ കുറച്ച് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല, കാരണം എനിക്ക് ഉറങ്ങണം. ഞാൻ ടയേർഡാണ് ഗൈസ്. അപ്പം എന്തായാലും ബൈ ഗൈസ്, നാളെ കാണാം.